ഹായ് ഹലോ. രാവിലെ ഞാൻ കുറച്ച് തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വന്നേ. ഞാനേ ഞായറാഴ്ചത്തിന് ഉടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഡ്രസ്സ് എടുക്കാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും നീ ഡ്രസ്സ് എടുക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ മൂത്ത മകനും കൂടെ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ന്യൂ ബി എൽ റോഡ് പോവാണ്. ന്യൂ ബി എൽ റോഡ് അതേ മക്കൾക്ക് അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ, അതേ ഏരിയ തന്നെ. ഞാൻ ആക്ച്വലി ഒരു വൈറ്റ് സാരി ഇവിടെ അടുത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മുടെ വീടിനടുത്തുള്ള എല്ലാ കടകളും കയറി ഇറങ്ങി ഒരുപാട് കടകളിൽ നോക്കിയിട്ട് ഒരു വൈറ്റ് സാരി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ എന്നാൽ ശരി ഇവിടെ ന്യൂ ബി എൽ റോഡിൽ ഇന്നതുപോലെ വൈറ്റ് സാരി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടയിലോട്ട് പോകാം കേട്ടോ. പക്ഷേങ്കിൽ ഇന്നിപ്പം എൻ്റെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് പോകുന്ന പുതിയ റൂട്ടാണ്. ആക്ച്വലി ഈ റൂട്ടിലൂടെ എൻ്റെ കൂട്ടുകാരെ ഞാൻ കൊണ്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോന് ട്രാഫിക് സിഗ്നൽ കിട്ടാത്ത വഴിയിലൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ ഉള്ളിലൂടെയുള്ള റോഡുകളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് വഴി പോകുന്നത് കേട്ടോ. ഞാൻ ഈ റൂട്ടൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ബിദിക്കുട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടെ ജോലി ചെയ്തതുകൊണ്ട്, അവൻ ഈ ഏരിയയിൽ വർക്ക് ചെയ്തുകൊണ്ട് അവന് ഏത് വഴി കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും എന്നുള്ള ചെറിയ ചെറിയ റോഡുകൾ ഇവനറിയാം. അതുകൊണ്ട് ഞാനപ്പോൾ ഈ പുതിയ റോഡും വഴികളും ഒക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ പോകുന്ന ഇടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കുറേശ്ശെ കാണിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പം ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സിറ്റി മാത്രമല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോയെന്ന് ബാംഗ്ലൂർ കാണാത്തവർക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഇതുപോലെ ചെറിയ ചെറിയ വീടുകളായാലും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്രൈവർ വന്നിട്ട് എൻ്റെ മൂത്ത മോനാണ്. അപ്പോൾ എൻ്റെ വിധിക്കൂട്ടൻ അവൻ വണ്ടി ഓടിക്കുന്നപ്പോൾ അതിൻ്റെ പുറകിലിരുന്ന് ഞാനാണ് ഇങ്ങനെ വീഡിയോ പിടിച്ച് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ കടയിലെത്തി. ഈ കടയുടെ പേര് അനുഗ്രഹ എന്നാണ്. ഇത് ന്യൂ ബി എൽ റോഡിലാണ് ഈ കടയുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മലയാളിയുടെ കടയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി ഇവിടെ നിന്ന് വന്ന് വാങ്ങിക്കാൻ എൻ്റെ ഫ്രണ്ട് സിന്ധുവാണ് പറഞ്ഞത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനും മൂത്ത മോനോട് ഇങ്ങനെ വന്നപ്പം അങ്ങനെ കുറേ സാരിയൊക്കെ നോക്കി അവസാനം ഒരു വൈറ്റ് സാരി എനിക്ക് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ആ സാരി ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുവിധം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒതുങ്ങിയിരിക്കുന്ന ഒരു സാരി പോലെ തോന്നും. പിന്നെ ഞാനിങ്ങനെ സാരി അധികം ഉടുക്കാത്തത് കൊണ്ട് എനിക്ക് സാരിയെപ്പറ്റി വലിയ അറിവുകളൊന്നുമില്ല. കണ്ടപ്പം പിന്നെ ഒരു ഭംഗി തോന്നി, അതങ്ങ് എടുത്ത്. പിന്നെ എൻ്റെ ബിദിക്കുട്ടനോട് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. അവർ ചെന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സാരി എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ വേറൊരു സാരിയും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ 2 സാരി മേടിച്ചു. ഇനി ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ സാരി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ വിധിക്കുട്ടൻ അവിടെ ജോക്കിയുടെ ഔട്ട്ലെറ്റ് കണ്ടു. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ അവിടെ കടയിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവിടെ കയറി അവൻ എന്തോ ഷോർട്സ് മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറി അവന് വേണ്ടുന്ന ഷോർട്സും മേടിച്ചു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷം പറയാം. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് വന്നു. ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ വെച്ച് ഇവിടെ തിന്നെ കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാരി എൻ്റെ കൂട്ടുകാരെ കാണിക്കണ്ടേ. അപ്പോൾ ഞാൻ അവിടെ വെച്ച് എടുത്ത് നോക്കുന്ന എൻ്റെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. എന്നാൽ കൂടി ഞാൻ സെലക്ട് ചെയ്തത് ഏതെന്ന് കാണണ്ടേ. അപ്പോൾ അത് കാണിക്കാം കേട്ടോ. എന്തായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ സാരിയെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ട് പിന്നെ കണ്ടപ്പോൾ ഒരുവിധം കൊള്ളാൻ തോന്നിയപ്പോൾ എൻ്റെ മൂത്ത മോൻ്റെ കൂടെ പോയത്. അപ്പോൾ അവൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓക്കെ തോന്നി, ഞാനും അങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പ്യുവർ വൈറ്റ് സാരിയാണ് എടുത്തത്. ഫുള്ള് എന്താ പറയുക, അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. പിന്നെ കുറച്ച് സെൽഫ് പിന്നെ പ്രിൻറ്റിങ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാരിയും കൂടെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് പക്ഷേങ്കിൽ ഇതിനകത്ത് കുറച്ചൊരു സിൽവർ അല്ലല്ലോ, ഒരു ഡാർക്ക് ഗ്രേയുടെ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡ്. അപ്പം ഞാൻ സൺഡേ ഏതാ ഉടുക്കുന്നതെന്നുള്ളത് സസ്പെൻസാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടോ ഞാൻ ഞായറാഴ്ച ഏതാ ഉടുക്കുന്നതെന്നുള്ളത് സസ്പെൻസിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ അപ്പോൾ അതെൻ്റെ കൂട്ടുകാരൊന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൽ ഏത് സാരി ഇഷ്ടപ്പെട്ടതെന്ന് പറ. ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറ. കൊള്ളാമോ? 2 സാരിയും കൊള്ളാമോ? എനിക്ക് സാരിയെ പറ്റിയൊന്നും വലിയ അറിവില്ല. കാരണം ഈ സാരി ഉടുക്കാത്തത് കൊണ്ട് സാരികളെക്കുറിച്ചുള്ള അറിവ് എനിക്ക് തീരെ കുറവാണ്. പിന്നെ ഉള്ള ഇത് വെച്ചിട്ട് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഈ സാരി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.